സുവിശേഷം ചെറിയ കാര്യങ്ങളുടെ സുവിശേഷമാണ്. കർത്താവിൻ്റെ കണ്ണ് ആണ് നമ്മുടെ വിഷയം. കർത്താവ് നോക്കുന്ന രീതികൾ. ആനയെ നോക്കുന്ന അതേ കപ്പാസിറ്റിയിൽ കർത്താവ് അണുവിനെ നോക്കൂ. അണുവിനും ആനയ്ക്കും ഒരേ പ്രപ്പോർഷനാണ്. ഈ ചെറിയവരിൽ ഒരുവന് എന്ന് പറഞ്ഞേ, ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ എന്താ സംഭവം? ചെറിയവനുണ്ട്, എളിയവൻ. സമൂഹത്തിലുണ്ടാവും വലിയ മനുഷ്യരും ചെറിയ മനുഷ്യരും. ചില ആൾക്കാർ കിണർ കുഴിച്ചു കൊടുക്കും. കിഴക്കുള്ള സ്ഥലങ്ങളിലൊക്കെ കിണർ കുഴിക്കണതിനൊക്കെ 2 ലക്ഷം രൂപയൊക്കെയാണ് ചിലവ്. ചിലർ ഒരു പാത്രം വെള്ളമാണ് കൊടുക്കുന്നത്. കിണർ കുഴിച്ചു കൊടുക്കുന്നതും ഒരു പാത്രം വെള്ളം കൊടുക്കുന്നതും കർത്താവ് ഒരേ കണ്ണുകൊണ്ടാണ് കഴിയണം. ഒന്നും അവഗണിക്കത്തില്ല. അതാണ് പറയണത്. ഒരു പാത്രം വെള്ളമാണെന്ന് കൊടുത്താൽ, മത്തായിയുടെ സുവിശേഷം 10:42, മത്തായി ശ്രീകാരുടെ സുവിശേഷം എന്തിനാ പഠിക്കണത്? ആളിൻ്റെ മനസ്സറിയാനാണ്. വാക്ക് എവിടെ നിന്ന് വരുന്നതാ? വാക്ക് മനസ്സിൽ നിന്ന് വരുന്നതാ. ദൈവത്തിൻ്റെ മനസ്സറിയാനാണ് നമ്മൾ സുവിശേഷം പഠിക്കുന്നത്. എന്നാ പറയണത്? ഏറ്റവും ചെറിയ വല്ല ഒരാൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന്. ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ നാമത്തിലായിരിക്കണമെന്നേ ഉള്ളൂ. അത് വിഷയമാണ്. റീഫണ്ടിങ് ഉള്ളതെല്ലാം ഈശോയുടെ നാമത്തിലേ ഉള്ളൂ. എന്താ കാര്യം? പിതാവിൻ്റെ തിരുസന്നിധിയിലെ കൃപയെ ആർജിച്ചിരിക്കണതും കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ എല്ലാം നൽകിയിട്ടുള്ള എ സിംഗിൾ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താ കാര്യം? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞ്, എൻ്റെ ആത്മാവ് പ്രസാദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ. അതാണ് മത്തായി ശ്ലീഹ 12:18 തിരുവചനം. എല്ലാവരും ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല. പാപത്തിന് ആരാണോ പരിഹാരം ചെയ്തത്, ആരുടെ പരിഹാരത്തിലാണ് ദൈവം പ്രസാദിച്ചത്, ആ അംഗീകാര മുദ്രയുള്ളവൻ. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയണത്. യോഹന്നാൻ 6:27, പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു. പിതാവായ ദൈവം എന്തിനെല്ലാമാണ് യേശു ക്രിസ്തുവിന് അംഗീകാര മുദ്ര ചാർത്തിയത്? എനിക്ക് നിങ്ങൾക്കും തരുവാനും നമ്മൾ കൊടുക്കുന്നത് വാങ്ങിച്ച് പിതാവിനെ കൈമാറാനും ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊടുക്കാനും വാങ്ങിക്കാനും ഒരേ ഒരു നാമം. അതാണ് ബൈബിൾ ഈശോനെ കുറിച്ച് പറഞ്ഞത്. നിനക്ക് കൊടുക്കാനും, ദൈവത്തിന് കൊടുക്കാനും, നിനക്ക് സ്വീകരിക്കാനും ഒരേ ഒരു നാമം. എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ചാൽ ആരുടെ നാമത്തിലാണ് സ്വീകരിക്കേണ്ടത്? കർത്താവിൻ്റെ നാമത്തിൽ. കേട്ടോ? ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞേ. ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9:37. അപ്പം എന്ത് സ്വീകരിച്ചാലും, ഇപ്പോൾ രോഗമായിരിക്കും,
ചിലപ്പോൾ ഭർത്താവിൻ്റെ തെറ്റിദ്ധാരണയോ സംശയമായിരിക്കും. യു മസ്റ്റ് റിസീവ് ഇറ്റ് ഇൻ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ അത് കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. പറഞ്ഞ മനസ്സിലായോ? കുറേ കാലത്തേക്ക് നിനക്കൊരു കാര്യം അറിയാമല്ലോ, ഒരു നാണയത്തൊട്ട് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്ന് പോലും ഞാൻ അറിയാതെ താഴെ വീഴുന്നില്ല എന്ന് ഈശോ പറഞ്ഞത്. ലൂക്ക 12:7. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ചയാകാം, തകർച്ചയാകാം. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അത് അറിഞ്ഞിരിക്കും. ദാറ്റ് മീൻസ് ആ തകർച്ച ഞാൻ അവൻ്റെ നാമത്തിൽ സ്വീകരിക്കും. മർക്കോസ് 9:37 അനുസരിച്ചുകൊണ്ട് കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഈ വചനങ്ങളും പാട്ടുകളും എല്ലാം എന്താ? നടപടി 4:12 അല്ലേ? എന്താണ്? മറ്റൊരു രക്ഷയില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ. മനുഷ്യനെന്ന് പറയുമ്പോൾ 70 കൊല്ലം ജീവിക്കേണ്ട ആളല്ല. ഞാൻ പറഞ്ഞില്ലേ, സിമിത്തേരി ചെല്ലുമ്പോൾ എനിക്ക് നിലവിളിയും വരും, കരച്ചിലും വരും, ചിരിയും വരും എന്ന് പറഞ്ഞില്ലേ. എന്നാ ചിരി വരണമെന്നറിയാവോ? നമ്മൾ സിമിത്തേരി കൂടി നടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പ് കൊണ്ടും കാല് കൊണ്ടുമൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ പൊങ്ങി പറന്നൊക്കെ പോകത്തില്ലേ? അപ്പോൾ എന്തുമാത്രം പൊന്നൊക്കെ ഇട്ട മണ്ണാണ് കിടക്കണേ ഇല്ലേ? എത്ര ചേട്ടത്തിമാർ പൊന്നു വിട്ട് കിലോ കണക്കിന് തൂക്കി നാട്ടുകാരെയും കാണിച്ച് അങ്ങോട്ട് കിടന്ന് നടന്ന് ആൾക്കാരെയും പേടിപ്പിച്ച ചേട്ടത്തിമാരൊക്കെ മണ്ണായിട്ട് കിടക്കണത്. അപ്പോൾ പൊന്ന് പറക്കണ പൊടി പോലെ അത് വറക്കുമ്പോഴാണ് ചിരി വരുന്നത്. അത്രേ ഉള്ള സംഭവം. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് സിമിത്തേരി വരെ അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, നിത്യത വരെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മൃഗങ്ങളും പക്ഷികളും അല്ല. മനുഷ്യനെന്ന് പറയണത് ദൈവം സൃഷ്ടിച്ച ഉദ്ദേശിച്ചത് എന്താണ്? നിത്യത വരെ. നിത്യത വരെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദൈവം അവനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു? ഛായയിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഓർക്കണം, നിത്യത വരെ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. ദൈവം നിത്യത വരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് കൽപ്പന തരേണ്ടി വന്നത്. അതുകൊണ്ടാണ് നമുക്ക് 70 കൊല്ലവും 80 കൊല്ലവും മുതലാവാത്തത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിത്യത വരെ ജീവിക്കാനും നിലനിൽക്കാനും ആവശ്യമായ കൃപ ആർജിക്കുവാൻ ഉടമ്പടി കാലത്ത് പ്രത്യേക ഉൾക്കാഴ്ച നൽകണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഛായയിൽ, ദൈവത്തിൻ്റെ ഛായയിൽ നമ്മളെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് ദൈവത്തിന് ഈ മോന്തയായിരിക്കുമെന്ന് ചിലരെങ്കിലും ഓർക്കൂ. ബൈബിളിൽ ദൈവത്തിന് ഛായ എന്ന് പറഞ്ഞാൽ ജീവനും സ്നേഹവുമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഛായ, ആത്മാവിൻ്റെ ഛായ, ദൈവത്തിൻ്റെ ജീവൻ, ഈ 2 കാര്യവും അവസാനിക്കണില്ല. ആത്മാവിൽ നിറയുന്ന കൃപ ജീവനും സ്നേഹവുമാണ് ദൈവത്തിൻ്റെ. അത് നിത്യത വരെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നവനല്ലേ? 1 കൊറിന്ത്യൻസിൽ നമ്മൾ വായിക്കുന്നത് 13:14, സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ജീവനും ആത്മാവിൽ നിറയുന്ന ദൈവചൈതന്യം സ്നേഹവും ജീവനുമാണ്. അതാണ് നിലനിൽക്കുന്നത്. വിത്ത് സൂപ്പർ കോൺഷ്യസ്നെസ്, കോംപ്ലക്സിറ്റി കോൺഷ്യസ്നെസ്, സങ്കീർണമായ അവബോധത്തോടു കൂടിയാണ് ആത്മാവ് നിലനിന്ന് പോകുന്നത് നിത്യത വരെ. ഈ അവബോധമാണ് ദൈവത്തെ അനുഭവിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത്. ഈ അവബോധമാണ് ദൈവത്തെ അനുഭവിക്കാത്തപ്പോൾ ദുഃഖം തോന്നുന്നത്. അതിന് നരകമെന്ന് നമ്മൾ പറയും.
വിശ്വസിക്കുന്നവരെ അവസാന കാലങ്ങളിലെ വിഷയങ്ങൾ വരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴൊരു നെയ്മാണ്, ഒരു നാമം നമുക്ക് രക്ഷയുടേതായിട്ട് ദൈവം നൽകിയിരിക്കുന്നത് നമുക്ക് വാങ്ങിക്കാനും നമുക്ക് സ്വീകരിക്കാനും നമുക്ക് കൊടുക്കാനും ഒരു നാമമാണ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണ് സ്വീകരിക്കേണ്ടത്. ഈ ശിശുവിനെ അരോഗമായാലും മറ്റു ബാധ്യതകളും സങ്കടങ്ങളുമായാലും നീ ഉടനെ പറയും ഞാനിത് യേശുനാമത്തിൽ സ്വീകരിക്കണം എന്ന് പറയണം. അപ്പോൾ അത് കൃപയായി കൺവേർട്ട് ചെയ്ത് വരും. ഈശോയുടെ നാമത്തിൻ്റെ ഗുണമെന്താ? കൃപയുടെ ഉച്ചയും ഉറവയുമാണ് ഈശോ നാമം. ഈശോ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ നിൻ്റെ സങ്കടങ്ങളെ കൃപ പുരണ്ട് വരും. ഈശോ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ ഈശോ നാമത്തിൽ എന്നാ സംഭവിക്കുന്നത്? ഈശോ നാമം മഹത്വപ്പെടും. ഇപ്പം ഞാനൊരു ചീട്ട് കൊടുത്ത് വിടണേ, 50 ലക്ഷം രൂപ വിജയകുമാർ കൊടുത്ത് വിടണേ എന്ന് വിചാരിച്ചോ? അപ്പോൾ എന്താ, എൻ്റെ നാമത്തിന് എന്തായി? അച്ഛൻ്റെ ചീട്ടുള്ളപ്പോൾ അത് ഓർഡർ ചെയ്ത് സാറ് അല്ലേ? അപ്പോൾ എൻ്റെ നാമത്തിന് മഹത്വമായി. നമ്മൾ ഈശോ നാമത്തിലൊരു രോഗം സ്വീകരിക്കുമ്പോൾ ആ രോഗത്തിലൂടെ ആര് മഹത്വപ്പെട്ടു? ഈശോ മഹത്വപ്പെട്ടു. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ. റോമ 4:20. എങ്ങനെയാണ് വളരണത്? വിശ്വാസം എങ്ങനെയാണ് വളരണത്? ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് വളരണം. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം? ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന് നാമം മഹത്വപ്പെടണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ നാമം മഹത്വപ്പെടണമേ. അതാണ് സംഭവം. നമ്മൾ വളരണം എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു രോഗം ഈശോയുടെ നാമം സ്വീകരിക്കണം എന്ന് പറയുമ്പോഴേ ഈശോയുടെ നാമം മഹത്വപ്പെടും. ഈശോയുടെ നാമം മഹത്വപ്പെടാൻ സംഭവിക്കാം. ഇപ്പം നിന്നെ ഒരാൾ തെറി പറഞ്ഞു, തോന്നിവാസം പറഞ്ഞു, നീ ഉടനെ പറയണത് ഞാൻ ഈശോ നാമത്തെ സ്വീകരിച്ചത്, തീർന്നു. അപ്പോൾ ആര് മഹത്വപ്പെട്ടു? ഈശോ മഹത്വപ്പെട്ടു. നീ നടക്കുന്ന വഴി ഒരുത്തൻ കൈതപ്പൊണ്ണം കൊണ്ടുവന്നിട്ട് അപ്പോൾ നീ വളഞ്ഞു ചുറ്റി യൂക്കട്ടിലാണ് പോണത്. നീ പറയും ആ കൈതപ്പൊണ്ണം കൊണ്ടുവന്നിട്ടപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് 5 മീറ്റർ നടന്ന് 5 അടി വെച്ച് ആ റോഡെ എത്തുമായിരുന്നു. ഇപ്പം ഞാൻ കറങ്ങിത്തിരിഞ്ഞാൽ പോണത്. എൻ്റെ കറങ്ങിത്തിരിഞ്ഞ് പോണ അവസ്ഥ ഈശോ നാമത്തിൽ സ്വീകരിച്ചിരിക്കണം, തീർന്നു. അപ്പോൾ ആര് മഹത്വപ്പെട്ട്? ഈശോ മഹത്വപ്പെട്ടു. ഈശോ മഹത്വപ്പെട്ടാൻ എന്ത് സംഭവിക്കും? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങനെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ദൈവനാമത്തിൽ ദൈവ തിരുസന്നിധിയിൽ ദൈവ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? യോഹന്നാൻ 17:4 സംഭവിക്കും. എന്താണ്? അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണേ. മക്കളെ, ദൈവം മഹത്വപ്പെടുത്തിയ വേറെ ആർക്കും ആ മഹത്വം കെടുത്താൻ പറ്റത്തില്ല. മനുഷ്യൻ മഹത്വപ്പെടുത്തിയ കാലം കെടുത്തു. പറഞ്ഞ മനസ്സിലായ? ഈ ഭൂമിയിലുള്ള എല്ലാ കുരിശും നിനക്കാരുടെ നാമത്തിൽ സ്വീകരിക്കാനുള്ളതാണ്? യേശു നാമത്തിൽ. അതാ റോമ 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ കൃപയിൽ വളരുവിൻ. വളർച്ചയ്ക്ക് വേണ്ടിയാ നിന്റെ കുരിശ്. നിന്നെ വഴി തടഞ്ഞവരെ, നിന്നെ അസഭ്യം പറഞ്ഞവരെ എല്ലാം ചെയ്തത് എന്താ? നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാ. നീ അത് ആരുടെ നാമത്തിലാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്? നിൻ്റെ പേരിലാണ് സ്വീകരിച്ചതാണ് കുഴപ്പമായി പോയത്. ഇനി മുതൽ നീ ആരുടെ നാമത്തിൽ സ്വീകരിക്കും? ഈശോൻ്റെ പേരിൽ. സ്തുതിയുടെ ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ,
നാമത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി യേശുവേ സ്തോത്രം. ഞാൻ കോട്ടയം ആർപ്പുക്കരയിൽ നിന്ന് വരുന്നു. കൃപാസന അമ്മ വഴി യേശു തന്ന ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ആർപ്പുക്കര കോട്ടയം KSRTC ഡിപ്പോയിലെ കണ്ടക്ടറാണ്. ഞാൻ 2023 ഒക്ടോബർ മാസമാണ് ഇവിടെ വന്ന് എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തത്. ഈ കഴിഞ്ഞ മാർച്ച് മാസം 13-ാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കോട്ടയം KSRTC സ്റ്റാൻഡിൻ്റെ വാതിക്കൽ വെച്ച് രാത്രി 12:30 ആയപ്പോൾ ഒരു വാഹനം വന്ന് എൻ്റെ ബൈക്കിൽ ഇടിച്ച് ഞാൻ വഴിയിൽ വീണ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അവിടുത്തെ എൻ്റെ 2 സഹപ്രവർത്തകരും അവിടുത്തെ ഓട്ടോറിക്ഷക്കാരും കൂടെ കൂട്ടി എന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അവരവിടുന്ന് എക്സ്റേ എടുത്ത് എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവരെന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് കിടക്കാനും മേലെ ഇരിക്കാനും മേലെ. പിറ്റേ ദിവസം രാവിലെ ഞാൻ വൈഫിനെയും കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ചെന്നു. അവരവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ 5 വാരിയൽ ഒടിഞ്ഞിരിക്കുന്നതും കൈയുടെ ഷോൾഡർ ഒടിഞ്ഞിരിക്കുന്നതായും കാണപ്പെട്ടു. അവരെന്നെ അവിടെ പറഞ്ഞു, ശ്വാസകോശത്തിനകത്ത് വായു കടന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ശ്വാസകോശം തുളച്ച് വായു എടുത്ത് കളയണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അത് ചെയ്യണം, ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വൈഫോട് പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ ചങ്ക് തുളയ്ക്കാനുള്ള ഇടവരുത്തരുതേ മാതാവേ, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ എന്നെ സ്ട്രെച്ചറിൽ അവിടെ കൊണ്ട് കിടത്തി. 8 ദിവസം ഞാൻ അവിടെ ആശുപത്രിയിൽ കിടന്നു. ആശുപത്രിയിൽ കിടന്നിട്ട് അവർ പറഞ്ഞു, വാരിയിൽ 5 എണ്ണം പൊട്ടിയിട്ടുണ്ട്, ഭയങ്കര വേദനയായിരിക്കും. രാവിലെയും ഒരു പെയിൻ കില്ലർ 500-ൻ്റെ, വൈകുന്നേരം ഒരു പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർ 8 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. അവർ പറഞ്ഞു, ഇത് 3 മാസത്തേന് ഭയങ്കര വേദനയായിരിക്കും, അതിശക്തമായ വേദനയാവും, കിടക്കാനും ഒക്കെ പാടാണ്, പിടിച്ച് കിടത്തണം. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 2 പേര് പിടിച്ചാണ് എന്നെ കട്ടിലേക്ക് കിടത്തുന്നത്. മൂത്രം ഒഴിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്നെ 2 പേര് പിടിച്ച് എഴുന്നേൽപ്പിക്കണം. 2 കൈയിലും പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണ് ഞാൻ ബാത്റൂമിലേക്ക് പോകുന്നത്. അതുപോലെ പോയിട്ട് വന്നു കഴിയുമ്പം എനിക്ക് തന്നെ കിടക്കാൻ വയ്യത്തില്ല, 2 പേര് പിടിച്ച് താങ്ങിയാണ് എന്നെ ബെഡേ കിടത്തുന്നത്. അപ്പം മാർച്ച് 25-ാം തീയതി മാതാവിൻ്റെ മംഗളവാർത്ത ദിവസമായിരുന്നു. അന്ന് എൻ്റെ മൊബൈലിൽ ഒരാൾ ഒരു മെസ്സേജ് അയച്ചു, ഇന്ന് മാതാവിനോട് എന്ത് കാര്യം ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും എന്ന് പറഞ്ഞു. അത് 12 മണിക്ക് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഒരു 10 മണിയായപ്പോൾ എനിക്ക് ആഹാരം തന്നു. ഞാൻ കിടക്കാനായിട്ട് മോളും എൻ്റെ ഭാര്യയും കൂടെ എന്നെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി. ഒരു 11 മണിയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ വന്നു. ശ്വാസം മുട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ മേല. ഒരു തരത്തിൽ എനിക്ക് ശ്വാസം എടുത്തപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണൊക്കെ വെളിയിലോട്ട് തള്ളി വരുന്നത്, മരണാവസ്ഥയിലോട്ട് എത്തുന്ന ഒരു അവസ്ഥയായി. ഞാൻ പറഞ്ഞു, ഞാനിപ്പം മരിച്ചു പോകും, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അവളമ്മ എൻ്റെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കൃപാസനം തൈലം എടുത്തോണ്ട് വന്ന് എൻ്റെ നെറ്റിയിൽ കുരിശ് വരികയും എൻ്റെ ദേഹത്തൊന്നും തൊടാൻ പറ്റത്തില്ല, കാരണം എന്നെ തിരുമാനും പറ്റത്തില്ല, വാരിയിൽ 5 എണ്ണം പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദേഹത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയതുകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ പയ്യെ എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു. എന്നിട്ട് തൈലം എടുത്ത് എൻ്റെ നെഞ്ചത്തൊക്കെ പൊട്ടി ആവി പിടിച്ചു. എന്നിട്ടൊന്നും എനിക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞ പ്രഷർ നോക്കിയപ്പം പ്രഷർ കണ്ടമാനം കൂടി. അപ്പോൾ ഇവർ കരയാൻ തുടങ്ങി. വീട്ടിൽ അടുത്തുള്ള ചേട്ടനെയൊക്കെ വിളിച്ച് വരുത്തി. എല്ലാവരും വന്നു. ഒരു തരത്തിലും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് കുറേ നേരം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റി. നോർമലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിനി കിടക്കുന്നില്ല, കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടും, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കസേര ഇരുന്നുറങ്ങാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കസേരയിൽ ഇരുന്നു. ഇവർ അവിടെ പ്രാർത്ഥിച്ചു. 12 മണിയുടെ പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഞാനൊരു കസേര ഇട്ടിരിക്കുന്നു, എൻ്റെ ഓപ്പോസിറ്റ് കസേര ഇട്ടിരുന്നു. ഞങ്ങൾ കസേരയിലിരുന്ന് ഉറങ്ങുകയാണ്, കാരണം കിടക്കാൻ പേടിയാണ്. കിടന്നു കഴിഞ്ഞാൽ ഇനി ശ്വാസം മുട്ടുപോകും എന്ന് വിചാരിച്ച് ഞാൻ കിടക്കുന്നില്ല. 1 മണി 2 മണി ആയപ്പം എൻ്റെ ഇടത് സൈഡിലാണ് ഒടിഞ്ഞത്, ഈ തോളിലാണ് ഒടിഞ്ഞത്. എൻ്റെ ഈ തോളിലെ ശക്തമായ ഒരു അടി കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയിട്ട് ഞാൻ ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞാൽ അവൾ പറഞ്ഞു, ഞാൻ അടിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ സൈഡിൽ മാതാവ് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മാതാവായിരിക്കും എന്നെ അടിച്ചത്, നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, കിടക്കാമെന്ന് പറഞ്ഞു.
കാരണം അന്ന് ഈ ഞാൻ വൈകുന്നേരം ആഹാരം കഴിച്ചിട്ട് കിടക്കുമ്പോൾ 2 പേര് പിടിച്ചാണ് എന്നെ കിടത്തിയത്. പക്ഷേ കിടക്കാമെന്ന് പറഞ്ഞ് എന്നാൽ ശരി കിടന്നേക്കാമെന്ന് പറഞ്ഞ് ഞാൻ പിടിക്കുന്ന കാര്യമെല്ലാം മറന്നുപോയി. ഞാൻ പെട്ടെന്ന് കയറി കിടന്നു. പിറ്റേ ദിവസം രാവിലെ എന്നെ ആരും പിടിക്കേണ്ട വന്നില്ല, ഞാൻ എഴുന്നേറ്റ് പോരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇന്നലെ വരെ നിങ്ങൾ 2 പേര് പിടിച്ചല്ലേ കിടത്തി എഴുന്നേൽപ്പിച്ച്, ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒരു കുഴപ്പമില്ല, പെയിൻ കില്ലർ കഴിക്കേണ്ട കാര്യം വന്നില്ല. എൻ്റെ വേദന രാവിലെയും വൈകിട്ടും 500 പെയിൻ കില്ലർ കഴിച്ചാണ് ഞാൻ പക്ഷേ എനിക്കൊരു വേദന പോലും പിന്നെ അനുഭവപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ അടുത്ത വെള്ളിയാഴ്ചയാണ് എനിക്ക് ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ എക്സ്റേ എടുത്തുകൊണ്ട് ചെല്ലണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ എക്സ്റേ എടുത്തുകൊണ്ട് ഡോക്ടറെ എടുക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇത് വാരിയിൽ പൊട്ടിയതായിട്ടൊന്നും കാണുന്നില്ലല്ലോ, ഇത് എവിടെയാണ് വാരിയിൽ പൊട്ടി, നിങ്ങൾക്ക് വാരിയിൽ പൊട്ടിയോ, ആരാ പറഞ്ഞു വാരിയിൽ പൊട്ടിയെന്ന് പറഞ്ഞു. ആ ഡോക്ടർ തന്നെ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ പണിയും ചെയ്തു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വണ്ടി ഓടിക്കുകയോ കാർ ഓടിക്കുകയോ ബൈക്ക് ഓടിക്കുകയോ ഒക്കെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം മുതൽ കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും ഒക്കെ തുടങ്ങി. ഒരു കുഴപ്പമില്ലായിരുന്നു. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദി പറയുന്നു. ഇത് ഞങ്ങളുടെ കുടുംബത്തിനും കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. വേറൊരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. എൻ്റെ കൊച്ചു +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. +1 അവൾക്ക് മാർക്ക് ഇച്ചിരി കുറവായിരുന്നു. അവൾ പഠിക്കുമായിരുന്നു. +2 ആയപ്പോഴത്തേനും പരീക്ഷയുടെ സമയമായപ്പം അവൾക്ക് ഭയങ്കര കൈവേദന വന്നു. വലത് കൈക്ക് എഴുതാൻ മേലാത്തൊരു അവസ്ഥ, കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. അവൾ പറഞ്ഞു, അമ്മ ഞാൻ എങ്ങനെ എഴുതും, ഈ essay ഒക്കെ എഴുതി കഴിഞ്ഞാൽ വലിയ പാടാണ്, എങ്ങനെ എഴുതുന്നത്. അമ്മ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോനെ, മാതാവല്ലേ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞ് അവൾ ആ കൃപാസനത്തിലെ തൈലമെടുത്ത് കൊച്ചിൻ്റെ കയ്യെ പടത്തി കൊടുത്തു. എന്നിട്ട് കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഇതുകൊണ്ട് പോയി പരീക്ഷ എഴുതിക്കൂ, ഒരു കുഴപ്പവും വരത്തില്ല, ധൈര്യമായിട്ട് മോൻ പോയി എഴുതിക്കോളാൻ പറഞ്ഞു. അവൾ പോയി പരീക്ഷ എഴുതി. അവൾക്ക് +2 എല്ലാ വിഷയത്തിലും ഫുൾ A+ കിട്ടി. 98.5% മാർക്കോടുകൂടി അവൾ പാസ്സായി. അത് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് വേറൊരു അനുഗ്രഹമാണ് ഈ പറയാൻ പോകുന്നത്. ജർമ്മൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ജർമ്മൻ പഠിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ കൊണ്ട് ചേർത്തു. ജർമ്മൻ പഠിക്കാൻ പോയപ്പം അവൾ A1ഉം A2ഉം B1ഉം പാസ്സായി. B2 അവിടെ പരീക്ഷ എഴുതുമ്പോൾ എല്ലാം അവൾ തോറ്റു പോവും. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്കിത് വേറെ ഭാഷയാണ്, ഇത് തോറ്റു പോവും, എനിക്കിത് കൊണ്ട് പറ്റത്തില്ല, ഇത് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വൈഫ് പറഞ്ഞു, മോനെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, മാതാവല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, മോൻ എന്തിനാണ് പേടിക്കുന്നത്, മാതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജർമ്മൻ്റെ പരീക്ഷ 4 മൊഡ്യൂളായിട്ടാണ് എഴുതേണ്ടത്. ഞങ്ങളത് അപ്പം എല്ലാവർക്കും കിട്ടാൻ വലിയ പാടായിരുന്നു. 2 മൊഡ്യൂൾ വീതമാണ് കിട്ടിയത്. ഞങ്ങൾക്ക് 2 മൊഡ്യൂൾ കൊച്ചിയിൽ കിട്ടി, പിന്നെ 2 മൊഡ്യൂൾ കോയമ്പത്തൂരാണ്. 4 മൊഡ്യൂൾ കോയമ്പത്തൂർ ഞങ്ങൾ എടുത്തു പരീക്ഷ എഴുതാൻ വേണ്ടി. 2 മൊഡ്യൂൾ കൊച്ചിയിൽ എഴുതിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഭയങ്കര പാടായിരുന്നു അമ്മയെ, ജയിക്കുമോ ഇല്ലെന്ന് പാടാ. അപ്പം അവിടെ കൃപാസനത്തിലെ കാശുരൂപോ കൊന്തയോ മാലയോ ഒന്നും അവിടെ കയറ്റത്തില്ല, എല്ലാം വെളിയിൽ വെച്ചാണ് അവിടെ പരീക്ഷ എഴുതിയിരിക്കുന്നത്. അപ്പം അവൾ പരീക്ഷ എഴുതാൻ പോയപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുമായിരുന്നു. വൈഫ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾ പരീക്ഷ എഴുതി വന്ന് കോയമ്പത്തൂർ എഴുതാൻ പോയപ്പോഴത്തേനും അവൾ കൃപാസന അമ്മയുടെ കാശുരൂപം കൊണ്ടുപോയി. കാശുരൂപമായിട്ടാണ് അവൾ പരീക്ഷ എഴുതാൻ പോയത്. അപ്പം കൊച്ചിയിലെ റിസൾട്ട് വന്നപ്പം അവൾ 2 മൊഡ്യൂൾ പാസ്സായി, 2 എണ്ണം പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി 2 എണ്ണം കൂടെ പാസ്സാകണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പം കോയമ്പത്തൂർ മൊഡ്യൂൾ വരാനായിട്ട് 30 ദിവസം കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് വന്നില്ല, അത് താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു, അയ്യോ അത് പരീക്ഷയെല്ലാം തോറ്റുകൊണ്ടായിരിക്കും വരാൻ താമസമെന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോനെ ഒന്നും പേടിക്കേണ്ട, മാതാവല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, ഇത് 4ഉം മോന് പാസ്സാകാൻ പ്രവർത്തിച്ചു. കോയമ്പത്തൂർ റിസൾട്ട് വന്നപ്പം അവൾ 4 മൊഡ്യൂളും നല്ല മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ എഴുതിയ 4 എണ്ണം മതി, പക്ഷെ 6 എണ്ണം അവൾ പാസ്സായി. ഈ അനുഗ്രഹത്തിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ വൈഫ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എല്ലാ മാസവും 3 കെട്ട് പത്രം ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡിലും എല്ലാം കൊടുത്ത് 3 കെട്ട് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ഒരു സാധു കുടുംബത്തിന് എല്ലാ മാസവും ഞാൻ എന്നാലാവുന്ന വിധത്തിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ വീട്ടിലെത്തിക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാന കാണാൻ പോകാറുണ്ട്. പിന്നെ മകളെ ഞാൻ 10 വർഷമായിട്ട് ലോഗോസിന് പഠിപ്പിച്ചു. എല്ലാ വർഷവും തന്നെ അവൾ ബൈബിൾ ക്വിസിന് ഫസ്റ്റ് വാങ്ങിച്ച്. എനിക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മക്കളിലൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ കൊച്ചുമാണ് പോകുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ. മഴയായത് കാരണം ഇപ്പം പോക്ക് നടക്കുന്നില്ല.